In this video, we are going to discuss about variables in C++. Variables are the names given to memory locations. In computer, data are stored in memory. So in memory, there are different locations for storing data. This locations is known as cell. So മെമ്മറിയിൽ ഒരുപാട് സെല്ലുകളിലായിട്ടാണ് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഈ ഓരോ സെല്ലിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നെയിംസിനെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. സോ ഇൻറ്റേർണലി ഈ ഓരോ മെമ്മറി ലൊക്കേഷൻസിനും ഐഡൻറ്റിഫൈ ചെയ്യാൻ അതിന് അഡ്രസ്സ് ഉണ്ടാവും, മെമ്മറി അഡ്രസ്സ് ഉണ്ടാവും. സോ മെമ്മറി അഡ്രസ്സ് ഈസ് എ യുണീക്ക് ഇൻറ്റീജർ നമ്പർ, ഇറ്റ്സ് എ നമ്പർ. പക്ഷേ യൂസേഴ്സിന് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഈ മെമ്മറി ലൊക്കേഷൻസിലെ ഡാറ്റ എവിടെയാണ് സ്റ്റോർ ചെയ്തത് എന്ന് നമുക്ക് എളുപ്പത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന നെയിംസിനെയാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഈ ഓരോ വേരിയബിളിലും സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ എന്ന് പറയുന്നത് അതിൻ്റെ സൈസും നാച്ചറൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ ഡാറ്റ ടൈപ്പിനെയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് പരിചയപ്പെട്ടു. ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് ആർ ഇൻറ്റ്, ചാർ, ഫ്ലോട്ട്, ഡബിൾ, വോയിഡ്. സോ ഓരോ വേരിയബിളിലും സ്റ്റോർ ചെയ്യുന്ന ഡാറ്റയുടെ ടൈപ്പ് എന്താണെന്ന് ഡാറ്റ ടൈപ്പിലൂടെയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. സോ കൺസിഡർ ദിസ് ഈസ് എ മെമ്മറി. സോ ഇവിടെ മെമ്മറിയിൽ എക്സ്, വൈ, സെഡ്. സോ ദീസ് ആർ ദ നെയിം ഗിവൺ ടു 3 സെൽ. അപ്പോൾ 3 സെല്ലുകളാണ്. ഈ സെല്ലിൽ 10 എന്ന ഡാറ്റ സ്റ്റോർ ചെയ്തു. സോ ഈ ഒരു ഡാറ്റ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന നെയിമാണ് ഇവിടെ എക്സ്. സോ എക്സ് ഇസ് എ വേരിയബിൾ. ആൻഡ് ദ അതർ സെൽ ഇസ് കണ്ടെയ്ൻ 15. ഇവിടെ ഡാറ്റ 15 സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന നെയിമാണ് സെഡ്. സോ സെഡ് ഈസ് എ വേരിയബിൾ. ആൻഡ് ദ അതർ ലൊക്കേഷൻ അവിടെ ഡാറ്റ 5 ആണ് സ്റ്റോർ ചെയ്തത്. ആൻഡ് ദിസ് വൈ ഈസ് എ വേരിയബിൾ നെയിം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ്, വൈ, സെഡ് ആർ ദ വേരിയബിൾസ്. സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു മെമ്മറി, അതായത് ഹിയർ ദിസ് ഇസ് എ ഹാർഡ് ഡിസ്ക്. ഈ ഹാർഡ് ഡിസ്കിനകത്ത് ഒരുപാട് സെല്ലുകളുണ്ട്, അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള മെമ്മറി ലൊക്കേഷൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നെയിംസിനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. സോ വേരിയബിൾ സ്റ്റോർ ചെയ്ത ഡാറ്റ എന്താണ് എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ ഡാറ്റ ടൈപ്പാണ്. ദർ ആർ 3 ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ഫോർ എ വേരിയബിൾ. ഒരു വേരിയബിളിനെ സംബന്ധിച്ച് 3 കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത്. വേരിയബിൾ നെയിം, മെമ്മറി അഡ്രസ്, കണ്ടന്റ്. വേരിയബിൾ നെയിം, ഇറ്റ് ഈസ് എ സിംബോളിക് നെയിം ഗിവൻ ടു ദ മെമ്മറി ലൊക്കേഷൻ. ഒരു മെമ്മറി ലൊക്കേഷന് കൊടുക്കുന്ന നെയിമിനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. സോ വേരിയബിൾ നെയിം ഈസ് എൻ ഐഡൻറ്റിഫയർ. നമ്മൾ ടോക്കൺസ് പഠിച്ചപ്പോൾ അതിൽ ഒരു ടോക്കൺ ആണ് ഐഡൻറ്റിഫയർ. ഐഡൻറ്റിഫയർ ഇസ് ദ യൂസർ ഡിഫൈൻ നെയിം. സോ ഇവിടെ നെയിം തീരുമാനിക്കുന്നത് നമ്മളാണ്, യൂസേഴ്സാണ്. ഒരു ഐഡൻറ്റിഫയർ ആവാനുള്ള റൂൾസ് എല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അതേ റൂൾസ് വെച്ച് വേണം നമ്മൾ വേരിയബിളിന് പേര് കൊടുക്കാൻ. സോ അങ്ങനെ കൊടുക്കുന്ന നെയിമാണ് വേരിയബിൾ നെയിംസ് ആണ് നമ്മൾ ഇവിടെ മെമ്മറി ലൊക്കേഷൻസിൽ യൂസ് ചെയ്യുന്നത്. സോ കൺസിഡർ ദിസ് ഇസ് എ ലൊക്കേഷൻ. ഇതൊരു സെല്ലാണ്. ഇവിടെ ഡാറ്റ സ്റ്റോർ ചെയ്ത് 55. സോ ഈ സെല്ലിൻ്റെ പേരാണ് നം. സോ ഹിയർ നം ഈസ് എ വേരിയബിൾ നെയിം. ഈ ഒരു സെല്ലിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നെയിമാണ് നം. സോ ഹിയർ നം ഈസ് എ വേരിയബിൾ നെയിം. ഇനി രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ആണ് മെമ്മറി അഡ്രസ്. സോ പ്രൈമറി മെമ്മറി നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്തത് റാമിൻ്റെ അകത്താണ്. പ്രൈമറി മെമ്മറിയായ റാമിൻ്റെ അകത്താണ് കറണ്ടായിട്ട് സ്റ്റോർ ചെയ്യുന്ന ഡാറ്റാസ് എല്ലാം സ്റ്റോർ ചെയ്യാറുള്ളത്. സോ റാം of a computer consists of collection of cells, each of which can store 1 byte of data. അപ്പോൾ ഓരോ സെല്ലിലും നമുക്ക് 1 ബൈറ്റ് ഓഫ് ഡാറ്റയാണ് സ്റ്റോർ ചെയ്യാൻ പറ്റുക. ഈ ഓരോ സെല്ലിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഇൻറ്റേർണലി ദർ ഇസ് എ യുണീക്ക് നമ്പർ അസൈൻ ടു ഇറ്റ്. ആ ഒരു യുണീക്ക് നമ്പറിനെയാണ് മെമ്മറി അഡ്രസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഫിഗറിൽ ഇവിടെ ഡാറ്റ 55 എന്നാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്, അല്ലേ? 55 ഈസ് എൻ ഇൻറ്റീജർ നമ്പർ. നമ്മൾ ഇൻറ്റീജേഴ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്പ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻറ്റീജർ ഡാറ്റ ടൈപ്പ് റിക്വയർസ് 4 ബൈറ്റ്സ് ഓഫ് മെമ്മറി. ഒരു ഇൻറ്റീജർ നമ്പറാണ് നമ്മൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ആ ഇൻറ്റീജർ നമ്പർ സ്റ്റോർ ചെയ്യാൻ നമുക്ക് 4 ബൈറ്റ്സ് ഓഫ് മെമ്മറി വേണം. 4 ബൈറ്റ്സ് എന്ന് പറയുമ്പോൾ 4 സെല്ല് വേണം, അല്ലേ? അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ
ഈ ഒരു മെമ്മറി ലൊക്കേഷൻസിന് 4 സെല്ലുകളായിട്ട്, ആ 4 സെല്ല്, ഫസ്റ്റ് സെൽ എന്ന് പറയുമ്പോൾ അതിന് ഒരു അഡ്രസ്സ് കൊടുത്തു, ലെറ്റ് ഇറ്റ് ബി 1000, അങ്ങനെയാണെങ്കിൽ 1000, 1001, 1002, 1003 ഇങ്ങനെയുള്ള അടുത്തടുത്തുള്ള 4 കോൺസിക്യൂട്ടീവ് ലൊക്കേഷൻസിലാണ് നമ്മൾ ഈ 55 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ്റെ ബേസ് അഡ്രസ്സ് എന്ന് പറയുന്നത് 1000 ആണ്. തുടങ്ങുന്നത് 1000 വെച്ചിട്ടാണ്. സോ ഹിയർ ബേസ് അഡ്രസ്സ് അല്ലെങ്കിൽ ആ മെമ്മറിയുടെ അഡ്രസ്സ് എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് അല്ലെങ്കിൽ ബേസ് അഡ്രസ്സ് ആണ്. സോ ദ മെമ്മറി അഡ്രസ്സ് ഓഫ് ദിസ് വേരിയബിൾ ഇസ് 1000. സോ ദിസ് മെമ്മറി അഡ്രസ്സ് ഈസ് ആൾസോ നോൺ ആസ് എൽ വാല്യൂ ഓഫ് എ വേരിയബിൾ. ഒരു വേരിയബിളിൻ്റെ എൽ വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ മെമ്മറി അഡ്രസ്സിനെയാണ്. മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് കണ്ടന്റ് ഓഫ് എ വേരിയബിൾ. കണ്ടന്റ് മീൻസ് ദ വാല്യൂ സ്റ്റോർഡ് ഇൻ ദ ലൊക്കേഷൻ. ആ വേരിയബിളിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത വാല്യൂവിനെയാണ് അതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു ഫിഗറിൽ ഈ ഒരു വേരിയബിളിൻ്റെ അകത്ത് നമ്മൾ നം എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത വാല്യൂ എന്താണ്? 55. സോ 55 ഈസ് ദ കണ്ടന്റ്. സോ 55 എന്ന ഈ കണ്ടന്റിന് പറയുന്ന വേറൊരു പേരാണ് ആർ വാല്യൂ ഓഫ് ദ വേരിയബിൾ. അപ്പോൾ ഒരു വേരിയബിളിനെ സംബന്ധിച്ച് 3 കാര്യങ്ങളാണുള്ളത്: വേരിയബിൾ നെയിം, മെമ്മറി അഡ്രസ്, കണ്ടന്റ്. സോ ഈ ഒരു എക്സാമ്പിളിൽ വേരിയബിൾ നെയിം ഈസ് നം. സോ നം ഇസ് ദ വേരിയബിൾ നെയിം ഓർ വേരിയബിൾ. സോ ഒരു മെമ്മറി ലൊക്കേഷന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നെയിമിനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. സോ വേരിയബിൾ നെയിം ഈസ് എൻ ഐഡൻറ്റിഫയർ. ഐഡൻറ്റിഫയറിൻ്റെ റൂൾസ് ഫോളോ ചെയ്ത് വേണം നമ്മൾ വേരിയബിൾ നെയിം നമ്മൾ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഈ വേരിയബിളിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത ഡാറ്റയുടെ ടൈപ്പിനനുസരിച്ചാണ് അതിന് എത്ര സൈസ് വേണം. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ക്യാരക്ടർ ഡാറ്റ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ക്യാരക്ടർ ഡാറ്റയ്ക്ക് 1 ബൈറ്റ് ഓഫ് മെമ്മറി മതി. അപ്പോൾ 1 സിംഗിൾ സെല്ല് മതി. ഇൻറ്റീജർ ആണെങ്കിലും ഫ്ലോട്ട് ആണെങ്കിലും വി റിക്വയർസ് 4 ബൈറ്റ്സ് ഓഫ് മെമ്മറി. അപ്പോൾ നമുക്ക് 4 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള സെല്ലുകൾ വേണം. അപ്പോൾ 4 അഡ്രസ്സുകൾ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ബേസ് അഡ്രസ്സാണ് നമ്മൾ അതിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സാണ് അതിൻ്റെ മെമ്മറി അഡ്രസ്സായിട്ട് കൺസിഡർ ചെയ്യാം. ഡബിൾ ആണെങ്കിൽ 8 ബൈറ്റ് വേണം ഡാറ്റ സ്റ്റോർ ചെയ്യാൻ. സോ ഓരോ ഡാറ്റ ടൈപ്പിനെ സംബന്ധിച്ചിരിക്കും ആ വേരിയബിളിന് ആവശ്യമായിട്ടുള്ള അഡ്രസ്സ്, മെമ്മറി അഡ്രസ്സിൻ്റെ എത്ര മെമ്മറി അഡ്രസ്സ് വേണം, എത്ര എന്നുള്ളത്. സോ ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ ഇൻറ്റീജർ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് കൊണ്ട് ഇൻറ്റീജറിന് 4 ബൈറ്റ്സ് ഓഫ് മെമ്മറിയാണ് ആവശ്യം. അതുകൊണ്ട് 4 സെൽസ് വേണം നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ. സോ ഓരോ സെല്ലിനും അതിൻ്റേതായിട്ടുള്ള ഒരു മെമ്മറി അഡ്രസ്സ് ഉണ്ടാവും. ഈ മെമ്മറി അഡ്രസ്സിനെയാണ് നമ്മൾ എൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബേസ് അഡ്രസ്സാണ് നമ്മൾ അതിൻ്റെ എൽ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഹിയർ എൽ വാല്യൂ ഈസ് 1000. ഇനി ആ ഒരു ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്ത ആ ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്ത ഡാറ്റ എന്താണോ അതിനെയാണ് നമ്മൾ കണ്ടന്റ് ഓഫ് എ വേരിയബിൾ എന്ന് പറയുന്നത്. സോ ഇവിടെ 55 ആണ് ഈ മെമ്മറി ലൊക്കേഷൻ നമ്മൾ സ്റ്റോർ ചെയ്ത ഡാറ്റ. സോ ദാറ്റ് ഇസ് നോൺ ആസ് ദ ആർ വാല്യൂ ഓഫ് ദ വേരിയബിൾ. അപ്പോൾ ഒരു വേരിയബിളിനെ സംബന്ധിച്ച് 3 ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ് ആണുള്ളത്. ദേ ആർ വേരിയബിൾ നെയിം, മെമ്മറി അഡ്രസ് ഓർ എൽ വാല്യൂ. മെമ്മറി അഡ്രസ്സിനാണ് എൽ വാല്യൂ എന്ന് പറയുന്നത്. കണ്ടന്റ് ഈസ് നോൺ ആസ് കണ്ടന്റ് ഓർ ആർ വാല്യൂ. ഓക്കെ.